ചൊല്ലി എവിടുന്ന് കിട്ടിയത്? നബിനെ സ്വപ്നം കാണാൻ സലാത്തിയല്ലേ? ഏത് ഹദീസിലാണ് ഉള്ളത്? സഹീഹായ ഒരു ഹദീസിൽ റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്നെ സ്വപ്നം കാണാൻ സലാത്തി അല്ലിക്കോളി ഉണ്ടോ? മാത്രല്ല റസൂലാണെന്നും പറഞ്ഞിട്ട് ശൈത്താൻ വന്നൂടെ? യഥാർത്ഥ റസൂലിന്റെ രൂപത്തിൽ ശൈത്താന് വരാൻ കഴിയൂല. പക്ഷെ ഞാൻ റസൂലാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ശൈത്താൻ വരൂലേ? റസൂലിനെ നേരിട്ട് കണ്ടൊരു സഹാബിക്ക് സ്വപ്നത്തിൽ കണ്ടത് റസൂലിനെ കണ്ടാൽ അയാൾ റസൂലിനെ തന്നെ കണ്ടെന്ന് ഉറപ്പാണ്. പക്ഷേ റസൂലിനെ കണ്ടിട്ടില്ലാത്ത ഒരാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ വിശേഷങ്ങളും എല്ലാ കിതാബും നേർക്കുനേരെ മനസ്സിലാക്കി നബിയെ കണ്ടതുപോലെ വിവരിച്ചു കൊടുക്കാൻ വഹിക്കുന്ന ഒരാളാണെങ്കിൽ പിന്നെയും പറക്കണില്ല, ഇതേതൊരു നാടൻ കാക്ക. അയാള് റസൂലിനെ സ്വപ്നം കാണാൻ വേണ്ടി ആഗ്രഹിച്ച് സലാത്ത് ചൊല്ലി 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 അങ്ങനെ കിനാവ് കണ്ട് കിനാവ് അങ്ങനെ നട്ടുച്ചക്ക് മൂപ്പര് ലൈന് നിൽക്കുക. റസൂൽ ഒരുപാട് പ്രസംഗമുണ്ട്, പലപ്പോഴും നമ്മൾ പലതും ഇത് കേൾപ്പിച്ചതാണ്. ഇതിലും അദ്ദേഹം രണ്ട് കാര്യം വ്യക്തമാക്കി. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു എന്ന് ഉറപ്പിക്കണമെങ്കിൽ സ്വഹാബിയാകണം. അത്രയും പഠിച്ച ആളാണെങ്കിൽ അതും പരിഗണിക്കാം. ഈ രണ്ട് കാര്യങ്ങൾ അയാൾ പറഞ്ഞു. അല്ലാത്തൊരാൾ കണ്ടാലോ? അല്ലാതെ കാണൂല എന്ന് ഇവർക്ക് വാദമല്ല, അങ്ങനെയൊക്കെ ആക്കി നോക്കുന്നുണ്ട്. ചിലപ്പോ മുജാഹിദുകളുടെ വാദം തീരെ കാണൂല എന്നാണ്. ഞങ്ങൾ പറയുന്നത് കാണാം. ഒരു സാധ്യത പിശാച്, ഒരു സാധ്യത റസൂലും. ഇതാണ് ഞങ്ങൾ പറയുന്നത്. തീരെ കാണൂല എന്നാണ് വഹാബികളെ വാദം. വഹാബികൾ തന്നെ എഴുതി വച്ചിട്ടുണ്ട്, കാണാം, പറയാം, പക്ഷേ പിശാചാകാൻ സാധ്യത. അത് വ്യക്തമായി തന്നെ ഹുസൈൻ സലഫി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആളുകൾക്ക്. ഇക്കാലത്ത് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചോദിക്കണം, ഞങ്ങളോടൊക്കെ വന്ന് ചോദിക്കണം. അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ വിശേഷണങ്ങൾ അറിയും. അവരെ ഓഫീസിലേക്ക് വിളിച്ച് ചോദിച്ചുറപ്പിക്കണം എന്നാണ് ഹുസൈൻ സലഫിയുടെ ഭാഷ. അത് കേട്ടോളൂ, വിഷയം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവിടുന്ന് പഠിപ്പിച്ച എന്ന് പറഞ്ഞ സഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ അള്ളാന്റെ റസൂലിന്റെ ശരീര സവിശേഷതകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരാൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് ശരിക്കും പഠിച്ച ഒരാളോട് പോയിട്ട് ചോദിക്കണം എന്നാണ്. അവ ആദ്യം തന്നെ ഒരാൾ ഞാൻ അള്ളാന്റെ റസൂലിനെ സ്വപ്നം കണ്ടിരിക്കുന്നു എന്ന് വന്ന് പറഞ്ഞാൽ ആ പണ്ഡിതൻ അയാളോട് ചോദിക്കുകയാണ് വേണ്ടത്. ഈ ഇങ്ങനെയൊക്കെ അല്ലേ കണ്ടത്? അങ്ങോട്ട് ആദ്യം ചോദിക്കല്ല. പിന്നെ എന്താ വേണ്ടത്? നീ എങ്ങനെയാ കണ്ടത്? എന്നിട്ട് അവനെ കൊണ്ടെല്ലാം പറയിപ്പിച്ചിട്ട് ഹദീസിൽ പറഞ്ഞ കാര്യങ്ങളോട് യോജിച്ചുവെങ്കിൽ അവനോട് പറയാം, നിങ്ങൾ സന്തോഷിക്കാം, കണ്ടത് അള്ളാഹുവിന്റെ ഹബീബിനെ തന്നെയാണ്. അല്ലെങ്കിൽ പലരും വന്നിട്ട് ഞാൻ അള്ളാന്റെ റസൂലാന്നൊക്കെ പറയും സ്വപ്നത്തിൽ. അത് അള്ളാന്റെ റസൂലിന്റെ രൂപത്തിൽ വരാൻ കഴിയൂല. അപ്പൊ നോക്കുങ്ങൾ അതേ വാദാണ്. കണ്ടാൽ ഇവരോട് ചോദിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്, നിങ്ങൾ പഠിച്ച രൂപത്തിലാണ്, അങ്ങനെ കണ്ടാൽ വിശ്വസിക്കാം. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ നയം എന്താ? അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ നയം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു, മർആനി. മൻ എന്ന ലഫ്ള് അറബിയിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ലഫ്ളാ. പുരുഷനും പറയാ, സ്ത്രീക്കും പറയാ, സ്വഹാബിയായാലും പറയാ, നാടനായാലും പറയാ, ആലിമിനും പറയാ. മർആനി എന്നാ പറഞ്ഞു. വല്ലവനും എന്നെ കണ്ടാൽ, ഫിൽ മനാമി ഉറക്കത്തിൽ കണ്ടാൽ, തീർച്ചയായും അവൻ എന്നെ തന്നെയാണ് കണ്ടത്, പിശാചിന് ഇടപെടാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന്റെ ശേഷം ഫഇന്നീ ഉറാ ഫീ കുല്ലി സൂറ മുഹമ്മദുർ റസൂലുള്ളാഹി, തീർച്ചയായും കാണപ്പെടും എല്ലാ രൂപത്തിലും. ഇനിയിപ്പോ എന്തിനാ അതിനൊരു പ്രശ്നം ഇവിടെ ഉള്ളത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തറപ്പിച്ചു പറയല്ലേ? അതാ ഇമാം നബവി തങ്ങൾ പറഞ്ഞു, അന്നഹു യറാഹു ഹഖീഖ സവാഉൻ കാന അലാ സിഫത്തിഹിൽ മഅറൂഫ ഔ ഗൈരിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയപ്പെട്ട രൂപത്തിൽ കണ്ടാലും അല്ലാത്ത രൂപത്തിൽ കണ്ടാലും അതൊക്കെയും ശരിയായ സ്വപ്നമാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാഗത്ത് നിന്നാണ് എന്ന് ഇമാമിങ്ങളൊക്കെ തറപ്പിച്ചു പറയുകയാണ്. ഇത് വഹാബികൾ ഇത് വാദിച്ചു പോന്നു, അഹ്ലുസുന്ന അതിനെ എതിർത്തു പോന്നു. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്? ചിലർ ഇവിടെ വന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ രൂപത്തിലാണ് കാണുന്നതെങ്കിൽ, അതേ രൂപം എന്നായിരിക്കാം മനസ്സിലാവുക സ്വഹാബത്തിന്.
അല്ലെങ്കിൽ അത്രയും പഠിച്ച ആൾക്ക് മനസ്സിലാവുമല്ലേ എന്നുള്ളത് വേറെ കാര്യം. ആ രൂപത്തിൽ കണ്ടാൽ ഉറപ്പിക്കാം, ഇല്ലെങ്കിൽ പിശാചാണ്. ഈ അപകടകരമായ വാദം കൊണ്ടുവന്നു. നമ്മളതിനെ എതിരെ ശക്തമായിട്ട് പറഞ്ഞു. നോക്കൂ, നിങ്ങൾ പുലാമന്തോൾ മുഖാമുഖത്തിലെ ഒരു ചോദ്യവും ഉത്തരവും ഞാൻ ആദ്യം കേൾപ്പിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ വിശദമായ ഭാഗം കൊളത്തൂരിൽ പറഞ്ഞതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. ഇനി നമ്മൾ സ്വപ്നവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ തന്നെ പറയാം. നോക്കൂ, ഒരു ചോദ്യം ഇവിടെ വരുന്നു, അല്ലെങ്കിൽ ചോദ്യകർത്താവിനെ ചോദ്യം പഠിപ്പിച്ച് ചോദിപ്പിക്കുന്നു. കാരണം ചോദ്യകർത്താവ് ഒക്കെയും അവരെന്നെയാണല്ലോ. ലാസ്റ്റ് പറയുന്നുണ്ട്, 4 ആള് ഇവിടെ വന്നിരുന്നു ചോദ്യം ചോദിക്കാൻ. നമ്മളന്ന് കരിപ്പൂർ മുജാഹിദ് സമ്മേളനത്തിന് മറുപടി പറയുന്ന തിരക്കിലാണ് ഓരിവിടെ മുഖാമുഖം നടത്തുമ്പോൾ. എന്നിട്ട് നമ്മുടെ 4 ആളുകളോട് വന്നിരുന്നത്രേ. അങ്ങനെ ഇവരെ ക്ലിപ്പെല്ലാം കൂടി കേട്ട് ഞങ്ങൾ ചായ കുടിച്ച് വരാന്ന് പറഞ്ഞാണ് പോയതാണ്. പിന്നെ ഈ വൈക്ക് കണ്ടിട്ടില്ല എന്നാണ്. ഞങ്ങൾ അങ്ങനെ പിന്തിരിഞ്ഞു പോകുന്നവരല്ല. അത് കൂട്ടിലങ്ങാടിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ചോദ്യം ചോദിച്ച് ആദർശപരമായി കൈകാര്യം ചെയ്തേ പോകൂ. വരണോ വരണ്ടേ എന്നുള്ളത് ഞങ്ങളെ ഇഷ്ടമുള്ളൂ. അത് വേറൊരു കാര്യം. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. ആ ചോദ്യം ഒന്ന് കേട്ടോളൂ. എന്റെ ചോദ്യം, നമ്മുടെ ജീവിതകാലത്ത് മുഴുവനും അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുന്ന വിഷയത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശൈശവ കാലഘട്ടമാകട്ടെ ബാല്യകാലഘട്ടമാകട്ടെ ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപത്തിൽ പിശാചിന് ഒരിക്കലും സ്വപ്നത്തിൽ വരാൻ സാധ്യമല്ല എന്നാണ് നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഇക്കാലവും പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ നേരത്തെ പറഞ്ഞ കുരുവട്ടൂരുകാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഷെയ്ഖിന്റെ ഒരു പ്രാർത്ഥന സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇവിടെ അടുത്ത് കേൾക്കാൻ സാധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ വരെ പിശാചിന് വരാൻ സാധിക്കുമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അവരുടെ ശരണത്തോട് കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കേൾക്കാനുണ്ട്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട പേരോത്സാനെ സംബന്ധിച്ച് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ പിശാചിന് ഉറക്കത്തിൽ വരാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. എന്താണ് ഇതിന്റെ വന്നരായ ശൈഖുനയുടെ ദുആ പോലും വരെ ഭയപ്പെടുത്തുന്നുണ്ട്. ശൈഖുന ഒരു മജ്ലിസിൽ ദുആ, എല്ലാ മജ്ലിസിലും അധികവും കേൾക്കാം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ പിശാച് വരുമെന്ന് പറയുന്ന ദുഷിച്ച നാവ്, അതിൽ നിന്ന് ഈ സമൂഹത്തെ കാക്കണേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന സദസ്സുകൾ ആദ്യം ഇവർക്ക് നന്നായി അറിയാം. കാരണം ഇവർക്കും അറിയാലോ, ദുആ ചെയ്താൽ ആ ദുആ അത് വെറുതാവില്ല എന്ന് ഇവർക്കൊക്കെ വിചാരമുണ്ട്. ഉള്ളിലൊരു പേടിയുണ്ടോ? അത് അബൂജഹൽ പറഞ്ഞ സംഗതി റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പേടി അവിടെ ഉണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ടൊരു മഹാൻ പറഞ്ഞല്ലോ ഖാദിയോട്, ഞാൻ ലൗഹുൽ മഹ്ഫൂദ് നോക്കുന്ന ആളാണ്. ഇമാം ഷഅറാനി തബഖാത്തുൽ ഉസ്തയിൽ പറയുന്നുണ്ട്. ഖാദി നിഷേധിച്ചു, നിങ്ങൾക്ക് ലൗഹുൽ മഹ്ഫൂദ് നോക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. വലിയായ മഹാൻ പറഞ്ഞു, ഞാൻ ലൗഹുൽ മഹ്ഫൂദിൽ നോക്കുമ്പോൾ കണ്ടത് നിങ്ങൾ വെള്ളത്തിൽ മുങ്ങി മരിക്കുമെന്നാണ്. നിങ്ങളുടെ അവസാനം വെള്ളത്തിൽ മുങ്ങിയിട്ടാണ് എന്ന് ഞാൻ കാണുന്നു. സംഗതിയാക്കി ബേജാറുകാരിയിട്ട് അയാളെ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു ഒരു കുളം. ആ കുളമൊക്കെ മണ്ണിട്ട് മൂടി അത് മുഴുവനായിട്ട് നികത്തി. അപ്പൊ ആളുകൾ ചോദിച്ചു, നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ഒരാൾ പറയുമ്പോൾ നിങ്ങൾ എന്തിനാ അങ്ങനെ ബേജാറായിട്ട് ഈ കിണറും കുളമൊക്കെ ഒഴിവാക്കുന്നത്? എന്നാലും സൂക്ഷ്മതക്ക് നല്ലതാണല്ലോ. കുറച്ചു കാലം കഴിഞ്ഞ് അപ്പുറത്തുള്ള രാജാവ് അദ്ദേഹത്തെ ഒരു വഅദിന് വേണ്ടി ക്ഷണിച്ചു. രാജാവിന്റെ സമീപത്തേക്ക് പോകേണ്ടത് പുഴ കടന്നാണ്. പുഴ കടന്ന് അയക്കത് ഓർമ്മല്ല. പുഴയിലെ നടുവിലെത്തി. അയാൾ സഞ്ചരിച്ചിരുന്ന കപ്പൽ അത് മുങ്ങി. അദ്ദേഹം ആ വെള്ളത്തിൽ മുങ്ങി മരിച്ചുപോയി. സംഭവം ഇമാം ഷഅറാനി തങ്ങൾ എഴുതുന്നുണ്ട്. അപ്പൊ ഉള്ളിന് വിലക്ക് പേടിയുണ്ടാവും. അതാണ് ആ ദുആഇനെ വരെ കണ്ടോ, ദുആഇനെ വരെ അവർ എടുത്തു പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ ശൈത്താൻ വരും എന്ന് എവിടെ പറഞ്ഞു എന്നാ ചോദ്യം. അങ്ങനെ ഞങ്ങൾ ഉസ്താദ് പറഞ്ഞോ? കേട്ടോളൂ, അതിന്റെ മറുപടി അങ്ങനെ ഇല്ല എന്നാണ് പറയുന്നത്. കേട്ടോളൂ. യാഥാർത്ഥ്യമാണ്.
ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ, ഏതെങ്കിലും ഒരു രൂപത്തിൽ പിശാചിന് പ്രത്യക്ഷപ്പെടാൻ പറ്റുമെന്ന് അഭിവന്ദരായ പേരോട് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് എന്നത് ഈ കൂലിപ്രഭാഷകരുടെ കല്ല വെച്ച നുണയാണ്. മൗലാന പേരോട് ഉസ്താദ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി 10-40 വർഷമായി നമുക്കിടയിൽ ബിദ്അത്തിനെ തകർക്കാനും പരിശുദ്ധ ദീനിന്റെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെയും ആശയ ആദർശങ്ങളെ ആദ്യം പറഞ്ഞെന്താ? അങ്ങനെ പറഞ്ഞിട്ടില്ല, അത് ഈ കൂലിപ്രഭാഷകർ ഉണ്ടാക്കിയതാണ്. ഞങ്ങൾ കൂലിപ്രഭാഷകരായൊരു കാലഘട്ടം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞാനും അലവി സഖാഫിയും കൂടി വാതിന് പോയാൽ ലാസ്റ്റ് പോരുമ്പോ മൂപ്പർ ഉറപ്പിച്ചു പറയും, സംഗതിയൊക്കെ കഴിഞ്ഞുട്ടാ, കാശ് മര്യാദക്കട് കൊടുത്തേക്ക്. ഒരു സെടവണ്ണയിൽ പോയി, അന്ന് വഹാബ് സഖാഫിയാണ് അതിന്റെ സംഘാടകൻ. സ്വാഭാവികമായിട്ട് നമ്മൾ 3 ആൾ പോകുമ്പോ ഒന്നും വേണ്ട നിൽക്കുമല്ലോ. അപ്പൊ ഇദ്ദേഹം ചോറ് നിന്നിട്ട് പറഞ്ഞു, സംഗതി നിങ്ങളൊക്കെ തന്നെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, പൈസ കറക്റ്റ് ചെയ്ത് കൊടുത്തേക്കിട്ടോ, അതിൽ യാതൊരു അഡ്ജസ്റ്റും ഇല്ല. ഇങ്ങനെ കൂലിക്ക് വേണ്ടി മാത്രം വാഴ്ന്നു പറഞ്ഞ് അൽമറു യഖീസു അലാ നഫ്സിഹി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഖിയാസാക്കിയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരേറ്റാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് കാലത്തായിരുന്നു ആ പ്രഭാഷണം നടത്തിയത്. ഇപ്പൊ ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. അതിലെന്ത് കൂലി അല്ലെങ്കിൽ അതിലെന്ത് ക്യാഷ്? ഞങ്ങളുടെ മശായിഖന്മാരുടെ നിർദ്ദേശം പാലിക്കുക എന്നതിലപ്പുറം ഞങ്ങൾക്കില്ല, ഇതിന്റെ സംഘാടകരിൽ ആർക്കില്ല. അത് ഇവിടെ വന്നാലേ മനസ്സിലാവും, അതൊന്നും ഞാൻ പറയുന്നില്ല. പറഞ്ഞു വന്നത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ എന്ന് പറയുമ്പോ അങ്ങനെ പറഞ്ഞു, രൂപത്തിൽ വരുന്നു പറഞ്ഞു എന്നാണ് ചോദ്യം. എന്നിട്ട് പറയാം, ഏതെങ്കിലും ഒരു രൂപത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിലുള്ള ളുഹൂർ, സ്വപ്നത്തിൽ വെളിവാകൽ ഏത് രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വെളിവാവുക? ഇമാമിങ്ങൾ എന്താ പറഞ്ഞ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയ ആ രൂപത്തിൽ കാണാം, അതൊരു രൂപമാണ്. വലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹൂറുൻ ഫീ സുവരിൻ ഉഖർ, കിതാബുൽ ഇബ്രീസ് നിങ്ങൾക്ക് കാണാം. അല്ലാമ അബ്ദുൽ അസീസ് ദബ്ബാഗ് തങ്ങൾ, അങ്ങനെ എല്ലാ ഇമാമിങ്ങളും പറഞ്ഞു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട് ളുഹൂറുൻ, വെളിവാകലുണ്ട്, ഫീ സുവരിൻ ഉഖർ, വേറെയും പല രൂപങ്ങളിലും. വഹിയ സുവറു അദദിൽ അംബിയാഇ വൽ മുർസലീൻ, അംബിയാ മുർസലീങ്ങളുടെ രൂപങ്ങൾ 1,24,000 അതിലപ്പുറവും രൂപങ്ങളിൽ, അല്ല എല്ലാ രൂപങ്ങളിലും സ്വപ്നത്തിൽ വരും മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഹബീബായ തങ്ങള് ഒരു രൂപത്തിലും പിശാചിന് ഇടപെടാൻ കഴിയില്ലല്ലോ ആ സ്വപ്നത്തിൽ. ഹബീബായ തങ്ങളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇതര രൂപങ്ങളിൽ വരുമെന്ന് പറഞ്ഞാൽ തന്നെ അത് റസൂലുള്ളാഹിന്റെ രൂപത്തിൽ വരുമെന്ന് പറയൽ തന്നെയാണ്. കാരണം ആ രൂപമൊക്കെ സ്വപ്നത്തിൽ ആർക്കുള്ളതാണ്? മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഹബീബായ തങ്ങളുടെ അതേ രൂപത്തിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ചുവപ്പ് കലർന്ന് വെളുപ്പ് നിറം, ഇങ്ങനെ നമ്മൾ പഠിച്ച അതേ രൂപത്തിൽ പിശാച് വരൂല എന്ന് ഇത്ര പറയേണ്ട ആവശ്യമുണ്ടോ? അതിങ്ങനെ ആവർത്തിച്ചു പറയേണ്ട ഒരു ടോപ്പിക്കാണ്. ബുഖാരിയിൽ 6 വട്ടം ആവർത്തിച്ചു, സ്വഹീഹ് മുസ്ലിമിൽ അത്ര തന്നെ. ഇമാം അഹ്മദ് ബിൻ തങ്ങൾ 20 തവണ മുസ്നദിൽ മുതവാത്തിറായ ഹദീസാണെന്ന് ഉറപ്പിച്ചു. ഇത്ര കനത്തിൽ ഇത് പറയുന്നതിനാ? ഒരു രൂപത്തിലും ഹബീബായ തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സ്വപ്നത്തിലും പിശാചിന് ഇടപെടാൻ കഴിയില്ല എന്ന ഏറ്റവും വലിയ സത്യത്തെ അത്രയും ദൃഢമാക്കാനാണ് ഇതിങ്ങനെ പറയുന്നത് തന്നെ. മറ്റത് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഏത് രൂപത്തിലും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരും, ളുഹൂർ ഉണ്ടാവും. ആ ളുഹൂറിന് അതിൻ്റെതായ വ്യാഖ്യാനവും ഉണ്ടാവും. നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയ രൂപങ്ങളിലല്ല കാണുന്നതെങ്കിൽ അത് റസൂലിൽ നിന്നുള്ള സ്വപ്നം തന്നെയാണ്, പക്ഷെ അതിന് വ്യാഖ്യാനങ്ങളുണ്ട്. ഇതല്ലേ ഇതിന്റെ ശരി? അപ്പോ ആ രൂപത്തിലുള്ള ന്യായം പറഞ്ഞൊന്നും ആളുകൾ എന്ത് ചെയ്യണ്ട,
പറ്റിക്കാൻ നോക്കണ്ട. ഞാൻ അദ്ദേഹത്തിന്റെ ഈ പുലാമന്തോളിലാണല്ലോ ആ മുസ്ലിയാരങ്ങനെ വാദിച്ചിട്ടില്ല എന്നൊരു വാദം കൊണ്ടുവന്നത്. നിങ്ങൾക്ക് തൗബ ചെയ്ത് മടങ്ങാം, പക്ഷേ നിലപാട് മാറ്റിയിട്ട് ഞങ്ങൾ ആ വാദത്തിലല്ല എന്ന് പറയാൻ നോക്കണ്ട. ഞാൻ 4 പ്രസംഗങ്ങൾ ഇവിടെ കൊണ്ടുവരികയാണ്. ഒന്ന്, ഇതിന്റെ തുടക്കം അദ്ദേഹം പറയുന്നത്, ഞാനൊരു സ്ഥലത്ത് ചെന്ന് ആദ്യം തന്നെ പറയട്ടെ, എന്നിട്ട് നമുക്ക് പറയാം. കടന്ന് സംസാരിക്കുന്നില്ല. ഈ അടുത്ത് എന്നോട് ഒരാള് പറഞ്ഞു, കുറേ കുട്ടികൾ ആദരിക്കാൻ. അപ്പൊ എന്താ ആദരിക്കാൻ കാരണം? ഈ കുട്ടികളെല്ലാം റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടതാണ്. കുറേ കുട്ടികൾ ഒന്നായിട്ട് സ്വപ്നം കണ്ടില്ല. അങ്ങനെയൊക്കെ പറയുമ്പോഴേ കണ്ണാക്ക് തൊടാതെ വിഴുങ്ങേണ്ട ആവശ്യം ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെയാണ് സ്വപ്നം കണ്ടതെന്ന് ബോധ്യപ്പെടുന്ന അല്ലാഹുവിന്റെ റസൂലിനെ മാത്രമുള്ള ഒരു വിശേഷണമെങ്കിലും കണ്ടാൽ മാത്രമേ കണ്ടത് നബി തങ്ങളെയാണ് സ്വപ്നത്തിൽ എന്ന് ബോധ്യപ്പെടുകയുള്ളൂ. അതൊന്നും അറിയാത്തവൻ ആരെങ്കിലും ഒരാൾ ഒരു മനുഷ്യ ശരീരത്തെ കണ്ടതിനാൽ അതുകൊണ്ട് മാത്രം അത് നബിയാണെന്ന് ആ മനുഷ്യ ശരീരം പറഞ്ഞതിനാലോ അല്ലെങ്കിൽ വേറൊരാൾ ഉറക്കിൽ പറഞ്ഞതിനാലോ അത് നബിയാണെന്ന് കരുതാൻ പറ്റൂല, അത് ഉറപ്പിക്കാൻ പറ്റൂല എന്നത് എത്രയോ ഇമാമിങ്ങൾ ഒറ്റ ഇമാം പറഞ്ഞില്ല. എന്താ പറഞ്ഞു എന്ന്? ഞാനൊരു സ്ഥലത്ത് എന്നപ്പോ കുറെ കുട്ടികൾക്ക് പ്രത്യേകം അവരെ വിളിച്ചു വരുത്തിയിട്ട് സമ്മാനം കൊടുക്കുകയാണ്. അപ്പൊ എന്താ, ഈ കുട്ടികളൊക്കെ മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടവരാണ്. അപ്പൊ നമ്മളോടും പറയാറുണ്ട്, നമ്മളെ അഹ്ലിൽപ്പെട്ട പല മക്കളും, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു. നമ്മൾ എന്താ പറയേണ്ടത്? ഏയ് അങ്ങനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ചിലപ്പോ ഈ പറഞ്ഞ ആള് കണ്ടിട്ടുണ്ടാവില്ല, അതായിരിക്കും പ്രശ്നം. എന്നിട്ട് ചോദിക്കുകയാണെന്ത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണണമെങ്കിൽ അവിടത്തേക്ക് പ്രത്യേകമായ ഒരു വിശേഷണമെങ്കിലും കാണണം. ഞങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ ചോദിക്കുന്നുണ്ട്, ആ ഒരു വിശേഷണം ഏതാണ്? അതെന്താ നിങ്ങൾ പറയാത്ത? ആ വിശേഷണം കണ്ടാൽ അത് ഉറപ്പിക്കും മുത്തു റസൂലാണെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിശേഷണം ഏതാ? സുഗപ്പ് കലർന്ന വെളുപ്പ് നിറന്നാണോ? അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള കോലെന്നാണോ? അതൊക്കെ ഇവിടെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടല്ലോ, യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പോലെ. പിന്നെ ആകെയുള്ള ഖുസൂസിയാത്തുകളാണ്, നേലുണ്ടാവൂല, അങ്ങക്കില്ലേനും. പിന്നെ ഏതാണ് ഈ അന്ന് ഇതിന്റെ നിലപാട് മാറുന്ന നിങ്ങൾ കാണണം. അന്ന് പറഞ്ഞത് ഒറ്റ വിശേഷണം എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയാ, മനുഷ്യരൂപം നമ്മൾ കാണുകയാണ്, മനുഷ്യരൂപം വിളിച്ചു പറയുന്നു ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന്. അല്ലെങ്കിൽ മറ്റൊരാൾ പരിചയപ്പെടുത്തുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ടൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല. ഇതല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മുൻഗാമികൾ പറഞ്ഞതിന്റെ നേരെ എതിരായ വാദങ്ങൾ? ഒറ്റ വാക്ക് ഞാൻ വായിക്കാം. ഇവരുടെ ഈ വാദങ്ങൾക്കെതിരിൽ നമ്മുടെ ഇമാമിയങ്ങൾ പറഞ്ഞതിന്റെ ഓരോ ഭാഗങ്ങൾ വായിക്കാൻ നിന്നാൽ ഒരുപാടുണ്ടാവും. അദ്ദേഹത്തിന്റെ 4 ക്ലിപ്പിന്റെ ഇടയിൽ ഓരോ ഇബാറത്ത് നമുക്ക് വായിച്ചു കൊടുക്കാം. മഹാനായ ഇമാം മുല്ല അലിയുൽ ഖാരി തങ്ങൾ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ലിഅന്ന ശൈത്വാന ലാ യഖ്ദിറു അൻ യതമസ്സല ബിസൂറതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയതശക്കല ബിഹാ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതായ രൂപം സ്വീകരിക്കുക, എന്നിട്ട് ഞാൻ റസൂലാണ് എന്ന് അവകാശപ്പെട്ട് വരിക, അത് നടക്കൂല പിശാചിന്. വലാ അൻ യതശക്കല ബിസൂറതിഹി, പിശാചിന് പല രൂപത്തിലും രൂപാന്തരപ്പെടാൻ കഴിയും. പല മനുഷ്യരുടെ രൂപത്തിലും വരാ, വേറെയും രൂപത്തിൽ വരാം. അപ്പൊ അവന് കഴിയുന്ന രൂപങ്ങളിൽ പിശാചി വരിക. വയതഖയ്യല ഇലറായി, കാണുന്ന ആളിലേക്ക് തോന്നിപ്പിച്ചു കൊടുക്കുക, അന്നഹാ സൂറത്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് റസൂലുള്ളാഹിന്റെ രൂപമാണ്. അപ്പൊ ഇതര രൂപങ്ങളിൽ വന്ന് ഞാൻ റസൂലാണ് എന്ന് തോന്നിപ്പിച്ചു കൊടുക്കാനും പിശാചിന് കഴിയില്ലെന്ന് ഹബീബായ ത്വാഹ റസൂലുള്ളാഹി. ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ടാണ് മുല്ല അലിയുൽ ഖാരി തങ്ങൾ എഴുതിയത്.
അപ്പൊ ഇദ്ദേഹം പറഞ്ഞ വാദം അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസത്തിന്റെ നേരെ എതിരാണ്. ഹബീബായ തങ്ങളാണ് എന്ന് പരിചയപ്പെടുത്തിയോ, ആ പരിചയപ്പെടുത്തിയത് ശരിക്കും ഉറങ്ങുന്ന ആള് കാണുമ്പോ അതാ മനസ്സിൽ പതിയും, അതോടുകൂടി ഉറപ്പിച്ചോളണം അതാര് തന്നെയാണ് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അടുത്തത് കേട്ടോളൂ, അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് പ്രസംഗം ഈ വിഷയത്തിലെ കേട്ടോളൂ. എന്ന് പറയണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അതേ മൻറആനി ഫിൽ മനബി, അതേ സ്വപ്നത്തിൽ എന്നെ വല്ലവനും കണ്ടാൽ അത് ഞാൻ തന്നെയാണ്, ശൈത്താൻ എന്റെ കോലത്തിൽ വരൂല എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് വിശദമായി ഇമാമികൾ ആ കിതാബിൽ വിവരിച്ചിട്ടുണ്ട്. അത് ഇമാം സർക്കസി വിവരിച്ചിട്ടുണ്ട്, അതുപോലെ ഇമാം ഖറാഫി വിവരിച്ചിട്ടുണ്ട്. അത് രണ്ട് കക്ഷികളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഉറപ്പിച്ച് പറയാൻ പറ്റുന്നവർ ഒന്ന് സഹാബികളാണ്. സഹാബികൾ നേരിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടവരാണ്. അപ്പൊ സ്വപ്നത്തെ കാണുമ്പോ ഇത് റസൂലുള്ളയാണെന്ന് അവർക്ക് മനസ്സിലാകും. രണ്ടാമത്തത് അവര് നേരിൽ കണ്ട സഹാബികളല്ലെങ്കിലും കിതാബുകളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വിശേഷണങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ശരിക്കും പതിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മനസ്സിൽ പതിഞ്ഞ ഒരാൾ ഉറക്കിൽ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ അത് റസൂലുള്ളയാണെന്ന് അദ്ദേഹത്തിന് കണ്ടു പറയുന്നത് പോലെ ബോധ്യപ്പെട്ട ആളാണ്. അദ്ദേഹം കണ്ടതും നമുക്ക് ശരിവെക്കാം. ഇത് രണ്ടുമല്ലാത്ത ഒരാൾ നബിതങ്ങളെ കണ്ടു എന്ന് പറഞ്ഞാൽ ആ കാണുന്ന വ്യക്തി ഞാൻ റസൂലുള്ളയാണെന്ന് പറഞ്ഞാൽ പോലും, ഇനി മറ്റൊരാൾ ഇത് റസൂലുള്ളയാണെന്ന് പരിചയപ്പെടുത്തിയാൽ പോലും, ഇങ്ങനെ ഒരു ഉറപ്പില്ലാത്ത കക്ഷികൾ കണ്ടാൽ അത് കണ്ടത് റസൂലുള്ളാനെയാണെന്ന് ഉറപ്പിച്ചുകൂടാ. അത് ചിലപ്പോൾ ശൈത്താൻ ചതിക്കാൻ വന്നതുമാകാം. ലാസ്റ്റ് ഭാഗമാണ് ഏറ്റവും അതീവ ഗൗരവത്തിലുള്ള സംഭവം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റമദാൻ വന്നാൽ ആ റമദാനിനോടുള്ള ആദരവിൽ പിശാചിനെ വരെ ചങ്ങലയിൽ ബന്ധിക്കും. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറല്ലേ, ഖദ് ജാഅകും മിനല്ലാഹി നൂറും വകിതാബും മുബീൻ. ആ നൂറാനിയത്തിലേക്ക് ഒരു സമയത്തും ചേരാൻ പറ്റില്ല. നാറ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പിശാച് അവൻ അല്ലാഹുവിന്റെ ശത്രുവാണ്. ഹബീബിനോട് എങ്ങനെ അല്ലാഹുവിന്റെ അദുവായ പിശാചിനെ ചേർത്ത് നിർത്തും? വലിയ ഗൗരവമല്ലേ അത്? ചില്ലറ വിഷയമാണോ? അദ്ദേഹം പറഞ്ഞു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണമെങ്കിൽ സ്വഹാബിയാകണം, ഇല്ലെങ്കിൽ അത്രയും പഠിച്ച ആളാകണം. അത് രണ്ടുമല്ലാത്ത ഒരാൾ അഥവാ സാധാരണക്കാരായ നമ്മൾ കണ്ടാൽ അതൊരു പക്ഷേ പിശാചാകാം. അപ്പൊ ഒരു മൗലവി പറയാ, റസൂലാകാം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. റസൂലാകാമുണ്ടല്ലോ. ഒരു ഉസ്താദിനെ കാണാൻ ഒരു സംഘടനാ നേതാവിന് ഉദാഹരണം, അദ്ദേഹത്തെ സ്വപ്നത്തിൽ കാണുമ്പോ അതൊരു പക്ഷെ അദ്ദേഹമാകാം, അല്ലെങ്കിൽ പിശാചുമാകാം. ഇതുപോലെ തന്നെ റസൂലുമായാല് പൊളിഞ്ഞില്ലേ ഇത്? നിങ്ങൾ നോക്ക്, ഒരു വലിയ കോട്ട കെട്ടുകയാണ്. ഒരു വലിയ കോട്ട, ഒരു വീടുണ്ടാക്കിയിട്ട് അതിന് സംരക്ഷണം നൽകി 4 ഭാഗത്തും വലിയ ചുമരുകൾ വെച്ച് ബന്ധിപ്പിക്കുകയാണ്. മുന്നിലൊക്കെ നല്ല ഗേറ്റ് വെച്ച് ഒരാൾക്കും കടക്കാൻ പറ്റാത്ത രൂപത്തിൽ അടച്ചുപൂട്ടി. പിന്നിലൂടെ ഒരു ഡോറാൻ തുറന്നിട്ട് അതൊക്കെ വാത്തിലായി. ആ ഡോർ ഓപ്പൺ ആയതോടെ കഴിഞ്ഞില്ലേ കഥ, എല്ലാവർക്കും കാര്യം വന്നൂടെ? ഇതേപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു രൂപത്തിലും പിശാച് വരാൻ പറ്റൂല എന്ന് പറഞ്ഞിടത്ത് വാതിലുകൾ തുറക്കുകയാണ്. സ്വഹാബി അല്ലെങ്കിൽ പഠിച്ച രൂപത്തിലല്ലെങ്കിൽ പിശാചാകാമെന്ന ഏറ്റവും അപകടകരമായ വാദം അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ചരിത്രത്തിൽ ആരും ഉദ്ധരിച്ചിട്ടില്ല. ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത് കണ്ടില്ലേ, വലൗ തമക്കന ശൈത്വാനു മിനത് തംസീൽ ബിശൈഇൻ മിമ്മാ കാന അലൈഹി ഔ യുൻസബു ഇലൈഹി ലആറദ ഉമൂമ ഖൗലിഹി ഫഇന്ന അശ്ശൈത്വാന ലാ യതമസ്സലു ബി. ഒരു രൂപത്തിലും കാണൂല എന്നാണ് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഏതെങ്കിലും ഒരു രൂപത്തിൽ
റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർക്കപ്പെട്ട ഒരു സ്വപ്നത്തിലെങ്കിലും പിശാചിന് വല്ല സാധ്യതയും വന്നാൽ ആ ഹദീസിന്റെ ഉമൂമിന് വ്യാപകാർത്ഥത്തിന് അത് എതിരായില്ലേ? അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അതാണ് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ശരിയായ വ്യാഖ്യാനം അന്ന മഖ്സൂദഹു അന്ന റുയതഹു ഫീ കുല്ലി ഹാല, ഏത് സന്ദർഭത്തിലും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുക എന്നുള്ളത് ലൈസത്തു ബാത്തില, അത് പേക്കിനാവുകളല്ല, ബാത്തിലല്ല, ബൽ ഹിയ ഹഖ്ഖുൻ ഫീ നഫ്സിഹാ, അത് ശരിയായ സ്വപ്നമാണ്. വലൗ റുഇയ അലാ ഗൈരി സൂറത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മൾ മനസ്സിലാക്കിയ രൂപമല്ലാത്ത രൂപത്തിൽ കണ്ടാലും ശരി, ഫതസവ്വുറു തിൽക സൂറ ലൈസ മിനശ് ശൈത്വാൻ ബൽ ഹുവ മിൻ ഖിബലില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാഗത്ത് നിന്നാണ് ആ സ്വപ്നം, അല്ലാഹുവിൽ നിന്നാണ് ആ സ്വപ്നം, അതൊരിക്കലും പിശാചിന്റെ ഭാഗത്ത് നിന്നല്ല. ഇബ്നു ഹജർ തങ്ങളെ പോലെയുള്ളവർ, ഇമാമുൻ നവവി തങ്ങളെ പോലെയുള്ളവർ, മുല്ല അലിയുൽ ഖാരി തങ്ങളെ പോലെയുള്ളവർ ഇത് തറപ്പിച്ചുറപ്പിച്ചു പറയുമ്പോൾ പിശാച് വരുമെന്നുള്ള വാദം അബ്ദുസ്സലാം സുല്ലമി പഠിപ്പിച്ചതാണ്, ഇബ്നു തൈമിയ നേരത്തെ പറഞ്ഞതാണ്. ആ വാദത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം, അതിനെതിരെയാണ് ഞങ്ങൾ ആദർശ സമരം നടത്തിയത്. ഇനിതാ ഇത് 1-2 പ്രസംഗമല്ല, 2 പ്രസംഗങ്ങൾ കേട്ടല്ലോ. ഇനി ഈ വിഷയം പറയാൻ വേണ്ടി മാത്രം കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ ഒരിക്കൽ ഇദ്ദേഹം പ്രസംഗിച്ചു. അതിൽ പറയുന്നത് കേട്ടോളൂ. അപ്പൊ ഇമാം ഖറാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകങ്ങളൊക്കെ എടുത്തിട്ട് ഒരു സംശയവുമില്ലാതെ വളരെ വ്യക്തമാണ് ഈ പറഞ്ഞ കാര്യം. അതായത് ആരെങ്കിലും ഒരു ശരീരത്തെ കാണുമ്പോൾ ആ ശരീരം ശൈത്താൻ തന്നെ ജിന്നിപ്പെട്ടതാണ്, ആ ജിന്നിപ്പെട്ട ശൈത്താന് മനുഷ്യ ശരീരത്തിന്റെ കോലത്തിൽ വന്നിട്ട് ചിലപ്പോൾ കള്ളവാദം വാദിക്കും, ഞാൻ നബിയാണെന്ന് വാദിക്കും. അങ്ങനെ വാദിക്കുന്നത് കൊണ്ട് അത് നബിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റൂല, നബിയാണെന്ന് വിശ്വസിക്കാൻ പറ്റൂല. ഇനി വേറൊരാൾ ഇയാൾ നബിയാണെന്ന് പറഞ്ഞാലും സ്വപ്നത്തിൽ പറഞ്ഞാൽ നബിയാണെന്ന് പറയാൻ പറ്റില്ല. നബിയാണെന്ന് ഉറപ്പ് കിട്ടണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട സഹാബിയോ അല്ലെങ്കിൽ നബി തങ്ങളെ ഒറ്റ ഒരു കാഴ്ചയിൽ തന്നെ മനസ്സിലാകുന്ന വിധത്തിൽ നബി തങ്ങൾ മനസ്സിൽ പതിഞ്ഞ ആള് കാണുകയോ ചെയ്താൽ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്നതാണ് ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹു ഈ കിതാബിലും വളരെ വ്യക്തമായി രേഖപ്പെടുത്തി. സുംഹൂദി ഇമാമിലേക്ക് ഞാൻ വരാം, അവനെ ലാസ്റ്റ് ആയിക്കോട്ടെ. അതിനു മുമ്പ് ആദ്യം പറഞ്ഞത് എന്താ? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ രൂപത്തിൽ കണ്ട സ്വഹാബിക്കല്ലാതെ, കണ്ടോ, അല്ലെങ്കിൽ അത്രയും പഠിച്ച പണ്ഡിതന്മാർക്കല്ലാതെ ഹബീബായ തങ്ങളാണെന്ന് പറയാൻ കഴിയില്ല, പിശാച് വരും. ഈ വാദം എത്ര സ്ഥലത്താ ആവർത്തിച്ചത്? അത് മാത്രം രാവിലെ വരെ ആണെങ്കിൽ അത്രയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 67ഓളം ക്ലിപ്പുകൾ അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിലുള്ളതുണ്ട്. ഇമാമിങ്ങൾ എന്താ പറഞ്ഞേ? ഇബ്നു ഹജർ അസ്ഖലാനിയെ ഞാൻ വായിച്ചു, ഇമാമുൻ നവവി പറഞ്ഞത് വായിച്ചു, മുല്ല അലിയുൽ ഖാരി തങ്ങൾ പറഞ്ഞത് വായിച്ചു. ഇനി ഒന്നുകൂടി വായിക്കാം. മഹാനായ മൗല ഇസാമുദ്ദീൻ എന്ന ഏറ്റവും പ്രഗൽഭനായ മഹാൻ, അവരുടെ വാക്ക് കേട്ടോളൂ. പിശാചിന് വരാൻ കഴിയില്ല, അതാ ഫഇന്ന ശൈത്താന ലാ യതമസ്സലു ബി, എന്റെ രൂപത്തിൽ വരാൻ കഴിയില്ല. വലാ യുഖ്ദഉർ റായി, സ്വപ്നം കാണുന്ന ആൾ ഒരിക്കലും വഞ്ചിക്കപ്പെടൂല. ബിൽ ഖായി അന്നഹു റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂലാണ് എന്ന് മനസ്സിൽ പിശാച് തോന്നിപ്പിച്ച് വഞ്ചിക്കപ്പെടുന്ന അവസ്ഥയില്ല. കേട്ടോളൂ. ഫഅലാ ഹാദാ, ഇതനുസരിച്ച് ഒരാൾ കണ്ടാൽ, ഇൻസാനൻ ഒരു വ്യക്തിയെ, ഒരു മനുഷ്യനെ, ഫിന്നൗമി ഉറക്കത്തിൽ, വഅതഖദ കാണുമ്പോ അവന് ബോധ്യപ്പെടുന്നു, അന്നഹു റസൂലുള്ളാഹ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ബോധ്യപ്പെടാൻ കാരണങ്ങൾ പലതുണ്ടാകും. ഒരു രൂപം ഇങ്ങനെ വരുന്നു, ആ രൂപം പറയുന്നു ഞാൻ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ മറ്റൊരാൾ പരിചയപ്പെടുത്തുന്നു ഇത് റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫി അയ്യി സൂറത്തിൻ കാൻ, അത് ഏത് രൂപത്തിലായാലും ഹബീബായ തങ്ങളെ തന്നെയാണ് കണ്ടത്. അല്ലാമ ഖാദി അബ്ദുൻ നബി എന്നവർ അവരുടെ ജാമിഉൽ ഉലൂം ഫി ഇസ്തിലാഹാത്തിൽ ഫുനൂൻ എന്ന ഗ്രന്ഥത്തിൽ അങ്ങനെ തന്നെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുകയാണ്.
അവ 3 പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടു. ഒന്നുകൂടി നമുക്ക് കൊണ്ടുവരാം. അദ്ദേഹം ഈ വിഷയം ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് പോയി പ്രസംഗിച്ചത്. അന്ന് നടന്ന് പ്രസംഗിക്കായിരുന്നു. നമ്മൾ തന്നെ ഇയാൾ എവിടം വരെ പറയട്ടെ എഴുതി ഒന്ന് അവിടെ നിന്ന് ആ പറയലോണ്ട് പറച്ചില്ല. നസീഹത്തുൽ ലബീബൊക്കെ എന്നും ബാഗിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തേ അത് പറയാത്തത്? ഇപ്പൊ വല്ല ഊരാനുള്ള പരിപാടി. അതൊക്കെ അങ്ങനെ വാദല്ലാതെ നിങ്ങളല്ലേ ഈ പറയുന്നത്. ഒന്നുകൂടി അദ്ദേഹം തന്നെ പറയട്ടെ. ഒരു കിതാബ് എഴുതി, അതിന്റെ പേരാണ് നസീഹത്തുൽ ലബീബ് ഫി മറായിൽ ഹബീബ്. അതിൽ മഹാനവറുകൾ പറയാണ്, കണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണെന്ന് ഉറപ്പിക്കാൻ പറ്റണമെങ്കിൽ അതിന് ഈ പറഞ്ഞ 2 വിധത്തിലുള്ളവരായിരിക്കണം. അല്ലാത്തവർ കണ്ടു എന്ന് പറഞ്ഞാൽ കണ്ട ആള് കണ്ടതിനെ സംബന്ധിച്ച് വിശദീകരണം ചോദിച്ചിട്ട് ബോധ്യപ്പെട്ടാൽ മാത്രമേ അംഗീകരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിലോ അവിടെ ഒന്നും കൂടി പറഞ്ഞു, ചിലപ്പോ ശൈത്താൻ മനുഷ്യരൂപത്തിൽ വരും. ശൈത്താൻ ജിന്നാണ്. ജിന്ന് മനുഷ്യരൂപത്തിൽ വരും. അതൊരു ഒരു പുരുഷന്റെ രൂപത്തിൽ വരും. ആ പുരുഷന്റെ രൂപത്തിൽ വന്നിട്ട് ഞാൻ റസൂലുള്ളാഹി, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ശൈത്താൻ കള്ളത്തരം പറയും. ചിലപ്പോ വേറെ ഒരാള് അവിടെ വരും, അതും ശൈത്താനാണ്, മനുഷ്യരൂപത്തിൽ വരികയാണ്, ഇത് റസൂലാണെന്ന് ചിലപ്പോ കള്ളത്തരം പറയും. അതുകൊണ്ട് ശൈത്താൻ പറ്റിച്ചു കളയും. അതുകൊണ്ട് ഉറപ്പിക്കാൻ പറ്റൂല. അങ്ങനത്തെ ആളുകൾ കണ്ടത് അത് ഉറപ്പിക്കാൻ പറ്റൂല എന്ന് ഇമാം സുബ്ഹൂദ് റളിയല്ലാഹു അൻഹു അതുപോലെ പിന്നെയും പോക്കാൻ കേട്ടാ. എന്താ പറഞ്ഞു വെച്ചത്? ശൈത്താൻ പറ്റിക്കും, ഞാൻ റസൂലാണെന്ന് പറഞ്ഞു വരും. എന്നാ പിന്നെ എന്തിനാ ഇത്ര ഇടങ്ങാറായിട്ട്? ഒരു രൂപത്തിലും എന്നെ കൊണ്ട് രൂപാന്തരപ്പെടാൻ പിശാചിന് കഴിയില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരെ ഖണ്ഡനാണ്. ആരോടുള്ള ഖണ്ഡനം? മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.